അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കുന്ന ക്ലാസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്ലാസ് ഓഫ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആൻഡ് മൈക്രോ പ്രോസസർ. നമ്മൾ DEM എന്നാണ് വിളിക്കുന്നത്, ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആൻഡ് മൈക്രോ പ്രോസസർ. ആദ്യത്തെ മൊഡ്യൂളുകൾ നമ്മൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്ന പോർഷനാണ്. നാലാമത്തെ മൊഡ്യൂളിലാണ് നമ്മൾ മൈക്രോ പ്രോസസർ പഠിക്കുന്നത്. അപ്പം നമുക്ക് നേരെ അതിലോട്ട് പോവാം. ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൻ്റെ ബേസിക് ആണ് ഞാൻ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്, ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്. അപ്പോൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം നമ്പർ സിസ്റ്റത്തെ പറ്റി പഠിക്കും. വേരിയസ് നമ്പർ സിസ്റ്റം, നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന വേരിയസ് നമ്പർ സിസ്റ്റമാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് മെയിൻലി നിങ്ങൾ അറിയാമായിരിക്കും നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ബേസിക്കലി ഉപയോഗിക്കുന്ന ഒരു നമ്പർ സിസ്റ്റം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു നമ്പർ സിസ്റ്റം. അതെങ്ങനെയാണ്, അതിലുള്ള അക്കങ്ങൾ എങ്ങനെയാണ്? 0, 1, 2, 3, 4, 5, 6, 7, 8, 9. അതിനുശേഷം 10 എന്ന് പറഞ്ഞാൽ എന്താണ്? 1-ൻ്റെയും 0-ൻ്റെയും കോമ്പിനേഷനാണ്. 11 എന്ന് പറഞ്ഞാൽ എന്താണ്? 1-ൻ്റെയും കോമ്പിനേഷനാണ്. 12 എന്ന് പറഞ്ഞാൽ 1-ൻ്റെയും 2-ൻ്റെയും കോമ്പിനേഷനാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു നമ്പർ സിസ്റ്റം, ഇതിൽ എത്ര നമ്പേഴ്സ് ഉണ്ട്? നിങ്ങൾക്ക് സംസാരിക്കാം കേട്ടോ, നിങ്ങൾക്ക് ചോദിക്കുമ്പോൾ ഞാൻ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ പറയാം. ഈ ഒരു നമ്പർ സിസ്റ്റത്തിനകത്ത് എത്ര നമ്പേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ട്? 0 to 9. ഇതാണത് 10 നമ്പേഴ്സാണ് അല്ലേ? 10 നമ്പേഴ്സാണ് ഉപയോഗിക്കുന്നത്, 0 മുതൽ 9 വരെ. 0, 1, 2, 3, 4, 5, 6, 7, 8, 9. ഇവിടെ 10 നമ്പേഴ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത്, 10 നമ്പേഴ്സ്. ഇത് നമുക്ക് കോമൺലി നമ്മൾ കാണുന്ന ഒരു നമ്പർ സിസ്റ്റമാണ്. അപ്പോൾ നമ്മൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ ആദ്യം നമ്പർ സിസ്റ്റമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതെല്ലാവരും നോട്ട് എടുത്തിട്ട് അതിൽ എഴുതി വെച്ചോ കേട്ടോ. അതുപോലെ ഇനി എന്തായാലും നോർമൽ ക്ലാസ് ഉണ്ടാവും, നിങ്ങളെ നോട്ട് ഞാൻ നോക്കും, അതൊരു അസൈൻമെൻ്റ് ആയിരിക്കും, ക്ലാസ് നോട്ട്. ഇന്നത്തെ ക്ലാസ്സുകളിൽ നിങ്ങൾ പക്ക ക്ലാസ് നോട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്പർ സിസ്റ്റമാണ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നത്. ഓക്കെ, ഒന്നാമത്തെ പോർഷൻ നമ്മൾ പഠിക്കുന്നത് നമ്പർ സിസ്റ്റമാണ്. അതിൽ ഞാൻ ആദ്യത്തെ ഒരു നമ്പർ സിസ്റ്റം പരിചയപ്പെടുത്തി. നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു നമ്പർ സിസ്റ്റം, നമ്മൾ സാധാ ഉപയോഗിക്കുന്ന ഒരു നമ്പർ സിസ്റ്റം. കാരണം 0, 1, 2, 3, 4, 5, 6, 7, 8, 9 എന്നിങ്ങനെ 10 നമ്പേഴ്സ് ഉപയോഗിച്ചിട്ടുള്ള ഒരു സിസ്റ്റം. ഈ 10 എന്നുള്ള വാക്കിന് ഡെസി എന്ന് പറയും. വിഷ്ണു പ്രസാദ് എന്താണ് ലീവ് ചെയ്തത് മീറ്റിംഗ്. അപ്പോൾ ഇങ്ങനെ 10 നമ്പർ ഉപയോഗിക്കുന്നത് കൊണ്ട് ഇതിനെ വിളിക്കുന്ന പേരാണ് ഡെസിമൽ സിസ്റ്റം. DECIMAL, ഡെസിമൽ സിസ്റ്റം. ഡെസിമൽ, DECIMAL, ഇതാണ് ഡെസിമൽ സിസ്റ്റം. ഓക്കെ, നമ്പർ സിസ്റ്റത്തിലെ ഫസ്റ്റ് ഒരു നമ്പർ സിസ്റ്റമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഡെസിമൽ സിസ്റ്റം. ഫോർ എക്സാമ്പിൾ ഒരു നമ്പർ ഞാൻ പറയുകയാണ് 10. 10 എന്താണ്? ഒരു ഡെസിമലാണ്, അതിൽ 0യും 1ഉം ആണ് ഉപയോഗിച്ചത് അല്ലേ? അത് ഇതിനകത്തുള്ള വരുന്നതാണ്. 105 എക്സാമ്പിളാണ് പറയുന്നത് കേട്ടോ. 5 ഇതിനകത്തുള്ളതാണ്, 0 ഇതിനകത്തുള്ളതാണ്, 1 ഇതിനകത്ത് വരുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ നോർമലി കൗണ്ടിങ്ങിന് ഉപയോഗിക്കുന്ന എല്ലാ നമ്പേഴ്സും ഡെസിമൽ സിസ്റ്റത്തിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. കാരണം 0 മുതൽ 9 വരെയുള്ള ലെറ്റേഴ്സിൻ്റെ അക്കങ്ങളുടെ കോമ്പിനേഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നിങ്ങൾ വേണമെങ്കിൽ ഒരു 1128 1 ഡെസിമൽ സിസ്റ്റത്തിലുള്ള ഈ 1ആണ്, ഈ 1ഉം ഡെസിമൽ സിസ്റ്റത്തിലുള്ള 1ആണ്, ഈ 2 ഈ ഡെസിമൽ സിസ്റ്റത്തിലുള്ള 2ആണ്, ഈ 8 എന്ന് പറഞ്ഞാൽ ഡെസിമൽ സിസ്റ്റത്തിലുള്ള 8ആണ്. അപ്പോൾ നമ്മളിങ്ങനെ നമ്പേഴ്സിനെ എഴുതുമ്പോൾ പലതരത്തിലുള്ള നമ്പർ സിസ്റ്റം ഉപയോഗിക്കുന്നത് കൊണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യും, ഏത് നമ്പർ സിസ്റ്റമാണോ അതിൻ്റെ കൂടെ അതിൻ്റെ ബേസും കൂടെ എഴുതും. ഇവിടെ 0 മുതൽ 9 വരെയാണ് ഉള്ളത്, അതായത് 10 ആണ്, അതിലെ 10 ടൈപ്പ് ഓഫ് ലെറ്റേഴ്സാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ ബേസ് 10 ആണെന്ന് പറയും. ഉദാഹരണം 128 എന്നുള്ള നമ്പർ എഴുതുകയാണെങ്കിൽ അതിൻ്റെ ബേസ് ഇങ്ങനെ 10 എന്ന് എഴുതുന്നത്, ഒരു ബ്രാക്കറ്റ് ഇട്ട് അതിൻ്റെ താഴെ ഒരു സബ്സ്ക്രിപ്റ്റ് ആയിട്ട് ഇങ്ങനെ 10 എന്ന് എഴുതും. അതാണ് അതിൻ്റെ ബേസ്. ഇനി ഒരു 1598, ഇതൊക്കെ എക്സാമ്പിളായിട്ട് പറയണം. 1598, 1ഉം 5ഉം 9ഉം 8ഉം എല്ലാം എന്താണ്? ഈ 10-നകത്തുള്ളതാണ്. ഇതിനെ ഡെസിമൽ സിസ്റ്റത്തിലാണ് കാണിക്കുക. ഇവിടെ നമ്മൾ 10 എടുക്കും. ഇതൊക്കെ എക്സാമ്പിൾസ് ആണ് കേട്ടോ, ഇതൊക്കെ എക്സാമ്പിൾസ് ആണ്. ഇനി ഒരു 1749, ഇതൊക്കെ ഞാൻ വെറുതെ പറയുന്നതാണ്. ഇതിൻ്റെ ബേസ് എന്താണ്? 10 ആണ്. അതായത് നമ്മൾ എണ്ണത്തിനും കാൽക്കുലേഷനും ഒക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ ഉപയോഗിക്കുക അതേ നമ്പേഴ്സ് എല്ലാം എന്താണ്? ഡെസിമൽ സിസ്റ്റത്തിലാണ്. കാരണം നമ്മളൊരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ 0 മുതൽ 9 വരെയുള്ള ലെറ്റേഴ്സ് ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാണ്. അതുകൊണ്ടാണ് ഡെസി എന്ന വാക്കിൻ്റെ അർത്ഥം 10 എന്നാണ്. അതാണ് ഡെസിമൽ സിസ്റ്റം. ഓക്കെ, ആരെങ്കിലും സംശയം ഉണ്ടോ? സംശയം ഉണ്ടോ ചോദിക്കും, ചാറ്റിൽ ചോദിച്ചാലും മതി, അല്ലെങ്കിൽ മൈക്ക് ഓൺ ചെയ്ത് പറഞ്ഞാലും മതി. മനസ്സിലാകുന്നുണ്ടോ കാര്യങ്ങൾ? മനസ്സിലായോ?
ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു സിസ്റ്റം പഠിച്ചു, ഒരു നമ്പർ സിസ്റ്റം നമ്മൾ ഡിസ്കസ് ചെയ്തേക്കും, അതാണ് ഡെസിമൽ സിസ്റ്റം. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത് പഠിക്കുന്ന സിസ്റ്റമാണ് നമ്മളെപ്പോഴും ഡിജിറ്റൽ എന്നുള്ള സാധനം കാണുമ്പോൾ നിങ്ങൾ ഈ റോഡ് സൈഡിലൊക്കെ ഓരോ കമ്പ്യൂട്ടറിൻ്റെ കടേൻ്റെ പരസ്യത്തിലും എല്ലാത്തിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കുറേ 1 അല്ലെങ്കിൽ 0ൻ്റെ കോമ്പിനേഷൻ. അതായത് ഇങ്ങനെ 1 0 1 1 0 1 1 0 0, അതായത് അതിനകത്ത് ആകെ 1ഉം 0യും മാത്രമേ ഉണ്ടാവുള്ളൂ. 1 അല്ലെങ്കിൽ 0 മാത്രമേ അതിനകത്ത് ഉണ്ടാവൂ. അപ്പോൾ രണ്ട് ടൈപ്പ് നമ്പേഴ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അതിനെയാണ് നമ്മൾ രണ്ട് എന്നുള്ള വാക്കിന് നമുക്ക് ബൈ എന്ന് പറയാം. ബൈനറി നമ്പർ എന്ന് പറയും. BINARY, ബൈനറി സിസ്റ്റം. ബൈനറി സിസ്റ്റത്തിനകത്ത് രണ്ട് ടൈപ്പ് നമ്പർ ഉപയോഗിക്കുക. 1 അതേപോലെ 0. 1 അല്ലെങ്കിൽ 0. അപ്പം ബൈനറി സിസ്റ്റത്തിൽ ആകെ രണ്ട് നമ്പർ ഉപയോഗിക്കുക. ഒരു നമ്പർ എന്താണ്? 1 ആണ്. അടുത്ത നമ്പർ എന്താണ്? 0 ആണ്. ഈ ബൈനറി നമ്പർ എഴുതുമ്പോൾ നമുക്കറിയാം ഏത് നമ്പറിനെ നമുക്ക് ബൈനറി നമ്പറായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. അതിൻ്റെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നൊരു മെത്തേഡ് ഉണ്ട്. അതും കൂടെ ഞാൻ നിങ്ങളെ പഠിപ്പിക്കും. അപ്പം ബൈനറി സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ ഇത് മാത്രം ഓർത്താൽ മതി. ഏത് നമ്പറിനെയും 1ഉം 0യും വെച്ചിട്ടാണ് എഴുതുന്നത്. അത് എഴുതുമ്പോൾ തന്നെ അത് ബൈനറി ആണെന്ന് കാണിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ബേസ് കാണിക്കണം. നേരത്തെ ഡെസിമൽ സിസ്റ്റം 10 ബേസ് ആയതുകൊണ്ട് ഞാൻ കണ്ടില്ല ഇവിടെ ഈ 128ന് ഒരു ബേസ് 10 എന്ന് കാണിച്ചു. അതിൻ്റെ അർത്ഥം എന്താണ്? അത് ഡെസിമൽ സിസ്റ്റത്തിലുള്ള 128 കാരണം ബേസ് 10 ആണ്. അതിൻ്റെ അർത്ഥം ഡെസിമൽ സിസ്റ്റം ആണ്. ഇവിടെ നമ്മൾ ബൈനറി സിസ്റ്റമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ബൈനറി സിസ്റ്റം എന്ന് പറഞ്ഞാൽ ബൈ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? രണ്ടാണ്, അല്ലേ? രണ്ടാണ്. അതാണ് നമ്മൾ ബൈപ്പാസ് എന്നൊക്കെ പറയുന്നത്. അപ്പം ബൈനറി സിസ്റ്റമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ബൈനറി സിസ്റ്റത്തിനകത്ത് ഉപയോഗിക്കുന്ന നമ്പേഴ്സ് പറഞ്ഞാൽ രണ്ടാണ്. അത് ഒന്നെങ്കിൽ അത് 1 ആയിരിക്കും, അല്ലെങ്കിൽ അത് 0 ആയിരിക്കും. അപ്പം ബൈനറി വെച്ചിട്ടുള്ള കുറച്ച് നമ്പറിന്റെ കോമ്പിനേഷൻ നമുക്ക് ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ 1 0 1 1. ഇത് ബൈനറി എന്ന് കാണിക്കാൻ ഇവിടെ ബേസ് 2 നേടും. ഓക്കെ, അല്ലെങ്കിൽ 1 0 0 0 1. ഇതും ബൈനറി എന്ന് കാണിക്കാൻ എങ്ങനെയാണ്? 2 നേടും. ഓക്കെ, ഇത് കോമയാണ് കേട്ടോ. ഈ കോമയും ഇത് തെറ്റിപ്പോണ്ട. അല്ലെങ്കിലോ 0 0 0 1 വിത്ത് ദ ബേസ് ഓഫ് 2. അപ്പോൾ ഈ ബേസ് ആണ് അത് ബൈനറി ആണോ അല്ലെങ്കിൽ ഡെസിമൽ ആണോ എന്നൊക്കെ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ എല്ലാത്തിനും 2 2 നിട്ടത് കൊണ്ട് എന്താണ് അതിൻ്റെ അർത്ഥം? അതൊരു ബൈനറി സിസ്റ്റമാണ്. അപ്പോൾ ബൈനറി സിസ്റ്റം നോക്കിക്കോളൂ. ഈ എക്സാമ്പിൾ എല്ലാം നോക്കിക്കോളൂ. 1 0 1 അല്ലെങ്കിൽ 1 0 0 0 1 അല്ലെങ്കിൽ 0 0 1. ഇതിനകത്തൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന ലെറ്റേഴ്സ് അല്ലെങ്കിൽ അക്കങ്ങൾ ഒന്നുകിൽ 1 ആണ് അല്ലെങ്കിൽ 0 ആണ്. അപ്പോൾ ഈ രണ്ട് തരത്തിലുള്ള അക്കങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ട് നമ്പേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന സിസ്റ്റമാണ് ബൈനറി സിസ്റ്റം. അതിൻ്റെ ബേസ് അതുകൊണ്ട് എന്തായിരിക്കും? എപ്പോഴും 2 ആയിരിക്കും. ബൈ എന്ന് പറഞ്ഞാൽ 2 ആണ്. ബൈനറിയുടെ ബേസ് എന്താണ്? 2 ആണ്. ഡെസിമൽ സിസ്റ്റം ഡെക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? 10 ആണ്. അതുകൊണ്ട് ഡെസിമൽ സിസ്റ്റത്തിൻ്റെ ബേസ് എന്താണ്? 10 ആണ്. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഡെസിമൽ ആകുമ്പോൾ ബേസ് 10, ബൈനറി ആകുമ്പോൾ ബേസ് 2. ഇത്രയും കാര്യം മനസ്സിലായോ നിങ്ങൾക്ക്? രണ്ട് സിസ്റ്റം നമ്മൾ പഠിച്ചു. ഇത് മനസ്സിലായോ? 0 0 0 0 പറ്റും. 0 0 0 0 വിത്ത് ദ ബേസ് ഓഫ് 2. ഞാൻ പറഞ്ഞില്ല, ഇതിൽ ഏത് കോമ്പിനേഷൻ ആയാലും കുഴപ്പമില്ല, അതെല്ലാം ബൈനറി നമ്പേഴ്സാണ്. അതേപോലെ 1 1 1 1 പറ്റും. അതേപോലെ 0 0 0 0 0 0 പറ്റും. അല്ലെങ്കിലോ 1 1 1 1 1 1 1 1 ഇതും പറ്റും. അതായത് ഇത് വെച്ചുള്ള ഏത് കോമ്പിനേഷൻ പറ്റും. വിത്ത് ബേസ് 2 കാണിച്ചാൽ അത് ബൈനറി ആണ്. ഓക്കെ, ഇതാണ് ബൈനറി സിസ്റ്റം. ഇപ്പം മനസ്സിലായോ? ഇനി ഡൗട്ട് ഉണ്ടോ? അത് ഞാൻ പറഞ്ഞുതരാം. അപ്പം നമുക്ക് നല്ല ക്വസ്റ്റ്യനാണ്. 1 1 എന്ന് കണ്ട്, 1 1 എന്ന് കണ്ട്, അല്ലെങ്കിൽ 1 0 ഉണ്ട്, അല്ലെങ്കിലോ 1 0 1 ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, ഇത് 11 ആണോ, അല്ലെങ്കിൽ ഇത് 10 ആണോ, അല്ലെങ്കിൽ ഇത് 101, അതായത് 101 ആണോ എന്നൊക്കെ സംശയം ഉണ്ടാവും. അപ്പോൾ ഇത് കാണിക്കാൻ നമ്മൾ എപ്പോഴും ബേസ് വെക്കണം. ബേസ് ഇല്ലാതെ ഒരു നമ്പർ കാണിച്ചാൽ അത് നോർമലി നമ്മൾ ഡെസിമലായിട്ടാണ് കണക്കാക്കുക. അപ്പോൾ ഇതിങ്ങനെ വെറും 1 1 നിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അത് 11 ആണ്. 1 0 നിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? 10 ആണ്. 1 0 1 നിട്ട് എന്താണ്? 101 ആണ്. ഇനി 1 0 1 1 നിട്ട് അത് 1011 ആണ്. അല്ലെങ്കിൽ
1101 ഇട്ടാലോ അത് 1101 നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന നമ്പർ അല്ലേ, നമ്മളിങ്ങനെയല്ലേ എഴുതുക, ഞാൻ പറഞ്ഞില്ലേ നമ്മൾ കോമൺലി ഉപയോഗിക്കുന്നത് ഡെസിമൽ സിസ്റ്റം ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, ബേസ് ഒന്നും കാണിക്കാതെ ഒരു നമ്പർ ഇട്ട് കണ്ടാൽ അതിൻ്റെ അർത്ഥം എന്താണ്, അത് ഡെസിമൽ ആയിട്ടാണ് നമ്മൾ എടുക്കുക. അതൊരു ഗുഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി സംശയം ഉണ്ടോ? ബേസ് ഇട്ടിട്ട്, അതായത് ബേസ് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിനെ ഡെസിമൽ ആയിട്ടാണ് കണക്കാക്കുക. കാരണം നമ്മൾ എപ്പോഴും കോമൺ ആയി ഉപയോഗിക്കുന്നത് ഡെസിമലാണ്. അതുകൊണ്ട് ചോദിച്ചിരുന്നല്ലേ സാറേ, ഡെസിമൽ സിസ്റ്റത്തിൽ കോമൺ ആയിട്ട് ബേസ് നമ്പർ ഇടേണ്ട ആവശ്യം ഇല്ലല്ലോ? ഇല്ല, വേണം. ഡെസിമൽ സിസ്റ്റം ആണെങ്കിൽ, അതായത് നമ്മൾ നോർമലി ഡെസിമൽ സിസ്റ്റം ആണ് നമ്മുടെ ഒരു സിസ്റ്റം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, അതിൽ ബേസ് ഇടേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും ബേസ് ഇടാന്ന് കണ്ടാൽ അതിനെ ഡെസിമൽ ആക്കിയിട്ട് എടുത്താൽ മതി. ഓക്കെ. പിന്നെ ഇനി സംശയം ഉണ്ടോ? ഈ ഭാഗം ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ക്ലിയർ ആയിണ്ടോ? ഓക്കെ അല്ലേ? ഇനി അടുത്ത ഭാഗത്തേക്ക് പോട്ടെ. അപ്പൊ ഡെസിമൽ സിസ്റ്റം നമ്മൾ പഠിച്ച്, ബൈനറി സിസ്റ്റം നിങ്ങൾ ഇത് ആലോചിച്ചാൽ മതി, ഇനി അങ്ങോട്ട് വരുമ്പോൾ റെഡി ആയിക്കോളും. മാത്രമല്ല ഇതിന്റെ പ്രത്യേകത പറഞ്ഞാൽ ഈ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ നമ്മൾ അധികം ബൈനറി നമ്പർ വെച്ചാണ് കളി മൊത്തം. അതും കൂടെ പറഞ്ഞത്. അതിൽ ഏറ്റവും കൂടുതൽ പ്രൊമിനന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന സാധനം ഒന്ന് ബൈനറിയാണ്. രണ്ടാമത്തെ ഒരാളുടെ ഞാൻ പറഞ്ഞത് അത് ഹെക്സാ ഡെസിമൽ എന്നാണ് പേര്. അപ്പോൾ ഡെസിമൽ സിസ്റ്റം നമ്മൾ പഠിച്ച്, ഡെസിമൽ നമ്മളെ നോർമൽ സിസ്റ്റം തന്നെ, നമ്മൾ ഉപയോഗിക്കുന്ന സാധാ നമ്മൾ എഴുതാനും കൂട്ടാനും കുറയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്ന നമ്പർ സിസ്റ്റം 10 അക്ക ഉപയോഗിച്ചിട്ട്. ബൈനറി എന്ന് പറഞ്ഞാൽ അതിൽ 1 0 ആണ് ഉപയോഗിക്കുക. ബൈനറിയിലാണ് അത് കാണിക്കുന്നെങ്കിൽ ബേസ് 2 എന്ന് പറയാം. ബേസ് 2 ഇടാണ്ട് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിൻ്റെ അർത്ഥം എന്താണ്, അത് നമ്മൾ ഡെസിമലിലുള്ള അക്കത്തിലേക്ക് ആകുമ്പോൾ ഇവിടെ കാണിച്ച പോലെ ഇത് 11 ആയിരിക്കും, ഇത് 10 ആയിരിക്കും, ഇത് 101 ആയിരിക്കും, ഇത് 1011 ആയിരിക്കും, ഇത് 1101 ആയിരിക്കും. നേരെ മറിച്ച് ഇത് 1 എന്നിട്ട് ബേസ് 2 ഇട്ടാണെങ്കിലോ ഇത് 3 ആണ്. ഇത് 10, ഇത് 10 എന്ന് പറഞ്ഞാൽ എന്താണ്, അത് 2 ആണ്. ഞാൻ പഠിച്ചു തരാം, അതും കൂടെ പറഞ്ഞുതരാം. ഇനി ഈ ബൈനറി നമ്പർ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഇക്വലന്റ് ആയിട്ടുള്ള ഡെസിമൽ നമ്പർ, ഡെസിമൽ നമ്പർ പറഞ്ഞാൽ നോർമൽ ആയിട്ട് ഏത് നമ്പറിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് നമുക്ക് കാണണം. അതിൻ്റെ ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ബൈനറി നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്, ബൈനറി നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്, ബേസ് എത്രയാണ്, ബേസ് 2 ആണ്. ഓക്കെ. അതുപോലെ ഡെസിമൽ നമ്പർ എന്താണ്, അതിൻ്റെ ബേസ് 10 ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ഡെസിമൽ നമ്പറിനെ പറ്റി ഒന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഞാൻ ഒരു എക്സാമ്പിൾ എഴുതുകയാണ്. 205 എന്ന് പറഞ്ഞാൽ എന്താണ്, 200 പ്ലസ് 10 പ്ലസ് 5 ആണ്. 200 പ്ലസ് 10 പ്ലസ് 5 ആണ്. അപ്പൊ 200 പ്ലസ് 10 പ്ലസ് 5 എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, 2 ഇൻറ്റു 100 പ്ലസ് 1 ഇൻറ്റു 10 പ്ലസ് 5 ഇൻറ്റു 1 ആണ്. ശ്രദ്ധിക്കുന്നുണ്ടോ? അത് വെറുതെ സംസാരിക്കണോ? 215 അല്ലേ? ഓക്കെ മാറ്റിക്കളെ നമുക്ക്. 215 എന്ന് പറഞ്ഞാൽ 200 പ്ലസ് 10 പ്ലസ് 5 ആണ്. 200 എന്നാൽ 2 ഇൻറ്റു 100 പ്ലസ് 1 ഇൻറ്റു 10 പ്ലസ് 5 ഇൻറ്റു 1. ഇത് നമുക്ക് എന്ത് ചെയ്യാം, 2 ഇൻറ്റു 100 നമുക്ക് എന്ത് ചെയ്യാം, 10⁻²² എന്ന് കാണിക്കാം. പ്ലസ് 1 ഇൻറ്റു 10⁻1 പ്ലസ് 5 ഇൻറ്റു 10⁻0. 1 എന്ന് പറഞ്ഞാൽ എന്താണ്, 10⁻0 ആണ്. 10 എന്ന് പറഞ്ഞാൽ എന്താണ്, 10⁻1 ആണ്. 100 എന്ന് പറഞ്ഞാൽ എന്താണ്, 10⁻2 ആണ്. അത് 215. അതേപോലെ ഒരു 1410 ഇതിനെങ്ങനെ കാണിക്കാം, നിങ്ങൾ പറ. അഡ്മിറ്റ് ആയിട്ടാണ് 1410 നിങ്ങൾ പെന്ന് വെച്ചിട്ട് എഴുതിയ നോട്ടിൽ എന്നിട്ട് പറയും എങ്ങനെ എഴുതാമെന്ന്. എഴുതിയോ? ആയിരത്തി 1410 എത്ര ആയിരം ഉണ്ട്? 1000 ഉണ്ട് അല്ലേ? 1 ഇൻറ്റു 1000 പ്ലസ് എത്ര നൂറുകളുണ്ട് അതിനകത്ത്? 1000 കഴിഞ്ഞാൽ പിന്നെ 410 ഉള്ളൂ. അതിൽ എത്ര നൂറുകളുണ്ട്? 4 നൂറുണ്ട്. 4 ഇൻറ്റു 100. അപ്പൊ 1000 400 കഴിഞ്ഞ് 1400 കഴിഞ്ഞ് പിന്നെ ബാക്കി എത്രയാണ്? 10 ഉള്ളത്. എത്ര 10 കളുണ്ട്? 1 ഇൻറ്റു 10. അപ്പൊ എത്ര? ഇപ്പൊ തന്നെ 1410
100 1410 കഴിഞ്ഞു. പിന്നെ എത്ര ഒന്നുകളുണ്ട് ബാക്കി? ബാക്കി 0 ആണ്. 0 × 1 ആണ് അല്ലേ? അങ്ങനെയല്ലേ വരിക? അതായത് ഇവിടെ 1 × 1000 പ്ലസ് 4 × 100 പ്ലസ് 1 × 10 പ്ലസ് 0 × 1. അങ്ങനല്ലേ വരിക? അങ്ങനല്ലേ വരിക? അപ്പോൾ 1000 എന്താക്കാം? 1 × 10⁻³ പ്ലസ് 4 × 10⁻² പ്ലസ് 1 × 10⁻1 പ്ലസ് 0 × 10⁻0. ഇത് മനസ്സിലായോ? ഇവിടെയൊക്കെ ഞാൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഡെസിമൽ ആയപ്പോൾ ആ ഡെസിമൽ സിസ്റ്റത്തിൽ ബേസ് 10 ആണ്. അപ്പോൾ ഒരു നമ്പറിന് എന്ത് ചെയ്യും? ഡെസിമൽ സിസ്റ്റം നമുക്ക് എന്ത് ചെയ്യാം? ആ ബേസിൻ്റെ പവറായിട്ട് മാറ്റാം. അപ്പം ബേസിൻ്റെ പവർ നോക്കിക്കോളൂ. 215 എക്സാമ്പിൾ നോക്കിക്കോളൂ. ഫസ്റ്റ് റൈറ്റ് മോസ്റ്റ് വരുന്ന ആ ഒറ്റ സംഖ്യ എന്ന് പറയില്ലേ, അവിടെ 10⁻0 ആണ്. 10ൻ്റെ പൊസിഷൻ വന്നപ്പോൾ 10⁻1 ആയി. 100ൻ്റെ പൊസിഷൻ വന്നപ്പോൾ എന്തായി? 10⁻2 ആയി. അതേപോലെ 1410ൻ്റെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ 10⁻0 ഉണ്ട്, അടുത്ത 10⁻1, 10⁻2, 10⁻3 അങ്ങനെ വരും. നമുക്ക് കുറച്ചും കൂടെ എക്സാമ്പിൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ പഠിക്കുന്നത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ്. ഞാൻ ഒരു 12749 ഈ ഒരു എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് തരികയാണ്. നിങ്ങൾ പെട്ടെന്ന് ചെയ്തിട്ട് പറ എങ്ങനെയാണ് ചെയ്യാൻ. എല്ലാവരും മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയുന്നേ, ഞാൻ മാത്രമല്ലേ കേൾക്കുന്നുള്ളൂ ഇവിടെ. നമ്മുടെ ക്ലാസ് മാത്രമല്ലേ ഉള്ളൂ, വേറെ ആരും കേൾക്കുന്നില്ല. നിങ്ങൾ സ്റ്റുഡൻസും ഉണ്ട്, ഞാനും ആണ്, വേറെ ആരും ഇല്ല. ഇതൊന്ന് ചെയ്യും. 12749 ഇങ്ങനെ ചെയ്യാം. പെട്ടെന്ന് പറയാം, ഇത് വളരെ ഈസി അല്ലേ. റൈറ്റ് തന്നെ തുടങ്ങിക്കോളൂ. എങ്ങനെ വരും? 1 × 10⁻3. ഓക്കെ, ഇതിൻ്റെ നേരത്തെ ചെയ്തിരുന്നു. ഫെസ്ബിൻ കറക്റ്റായിട്ടാണ് ചെയ്തത്. 4 × 10⁻2 പ്ലസ് കറക്റ്റാണ്. ഫെസ്ബിൻ കറക്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ ആരൊക്കെയാണ് ചെയ്തത്? പിന്നെ ആരും ചെയ്തില്ല. അപ്പോൾ ഇത് ബാക്കി എല്ലാവരും ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞത് കുറച്ചും കൂടി ക്ലിയർ ആയി ഉണ്ടാവില്ലേ? ഇങ്ങനെ ചെയ്യാം. 12749 ഇങ്ങനെ ചെയ്യാം. ഓരോന്ന് ഏത് സ്ഥാനത്തുള്ളത് മാത്രം നോക്കാം. അതായത് 10⁻0ൻ്റെ പൊസിഷനിലാണ് 9 വരുന്നത് അല്ലേ? അപ്പം എന്ത് ചെയ്യും? 9 × 10⁻0 പ്ലസ് 10ൻ്റെ സ്ഥാനത്താണ് 4 വരുന്നത്. 40 എന്നുള്ള പൊസിഷൻ. 40 നമ്മൾ എന്താണ്? 4 × 10 ആണ്. 10 എന്ന് പറഞ്ഞാൽ എന്താണ്? 10⁻1 10⁻1. 100ൻ്റെ പൊസിഷനിലാണ് 7 വരുന്നത്. 700 അല്ലേ വരുന്നത്? 700 അല്ലേ? അപ്പോൾ 7 × 100. 100 എന്ന് പറഞ്ഞാൽ എന്താണ്? 10⁻2 പ്ലസ് 1000ൻ്റെ സ്ഥാനത്താണ് 2 വരുന്നത്. അപ്പോൾ 2 × 10⁻3. 1000 എന്ന് പറഞ്ഞാൽ 10⁻3 ആണ്. അടുത്തത് 10000ൻ്റെ പൊസിഷനിലാണ് 1 വരുന്നത്. 1 × 10⁻2. 10,000 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10⁻4. ഇതാണ് 10,000. 10,000 എത്ര പൂജ്യം ഉണ്ട്? 4 പൂജ്യം ഉണ്ട്. അതുകൊണ്ട് 10,000 എന്ന് പറഞ്ഞാൽ 10⁻4 ആയിരിക്കും. 1000 എന്ന് പറഞ്ഞാൽ എന്താണ്? 3 പൂജ്യം ഉണ്ട്. അതുകൊണ്ട് 1000 എന്ന് പറഞ്ഞാൽ 10⁻3 ആയിരിക്കും. അതായത് 10 × 10 × 10 ഇതാണ് 10⁻3. 10,000 എന്ന് പറഞ്ഞാൽ എന്താണ്? 10 × 10 × 10 × 10 ഇങ്ങനെയാണ്. 1 4 പൂജ്യം, അങ്ങനെയാണ് 10⁻4 എന്ന് പറയുന്നത്. 100 എന്ന് പറഞ്ഞാൽ എന്താണ്? 10⁻2 ആണ്. അത് ദാറ്റ് ഈസ് ഈക്വൽ ടു 10 × 10. ഇനി 10 എന്ന് പറഞ്ഞാൽ എന്താണ്? 10 × 1 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 10⁻1. ഇനി 0 എന്താണ്? 0 ഈസ് ഈക്വൽ ടു 10 × 0 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 10⁻0. സോറി, 0 അല്ല, 1. 1 ഈസ് ഈക്വൽ ടു 10⁻0. എനി നമ്പർ റേസ് ടു 0 ഈസ് ഈക്വൽ ടു 1 നമ്മളൊരു ബേസ് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ആരെങ്കിലും ചെയ്തോ? ആരെങ്കിലും ചെയ്തോ? ആര് ചെയ്യല്ലേ? 12749 എങ്ങനെയാണ്? നിങ്ങൾ നോട്ട് ചെയ്യുന്നുണ്ടോ ഇതൊക്കെ? ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതെങ്ങനെയാണ് വെക്കുക? നമ്മൾ ഇതിനകത്ത് ഒരു നമ്പർ എന്ന് പറയുമ്പോൾ ഒറ്റേൻ്റെ സ്ഥാനം തൊട്ട് ഇടത്തോട്ട് പോകും. ഡെസിമൽ സിസ്റ്റം എന്താണ്? അതിൻ്റെ ബേസ് റേസ് ടു ആണ് വരിക. അതായത് ഫസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്പർ ഇൻറ്റു ബേസ് റേസ് ടു 0 ആണ്. സെക്കൻഡ് പൊസിഷനിലേക്ക് വരുമ്പോൾ എന്താണ്? സെക്കൻഡ് നമ്പർ ഇൻറ്റു ബേസ് റേസ് ടു 1 ആയി. തേർഡ് നമ്പറിലേക്ക് വന്നപ്പോൾ എന്തായി? തേർഡ് നമ്പർ ഇൻറ്റു ബേസ് റേസ് ടു 2 ആയി. അപ്പോൾ ഏതാണ് പൊസിഷൻ എന്ന് വെച്ചാൽ ആ പൊസിഷനേക്കാളും ഒരു n-1 വരും. അതായത് മൂന്നാമത്തെ പൊസിഷനാണ് 10⁻2. രണ്ടാമത്തെ പൊസിഷൻ ആണെങ്കിൽ 10⁻1.
ഒന്നാമത്തെ പൊസിഷൻ ആണെങ്കിൽ 10⁻0. ഇനി 10ാമത്തെ പൊസിഷനിലാണെങ്കിലോ 10⁻9, അല്ലെങ്കിൽ ബേസ് റേസ് 9. ഡെസിമൽ ആയതുകൊണ്ടാണ് ഞാൻ 10 എന്ന് പറഞ്ഞത്. അതാണ് ഒരു രീതി. ഏത് നമ്പർ സിസ്റ്റത്തിലും ആ വാല്യൂ കണ്ടുപിടിക്കുന്ന രീതി അതാണ്. നമ്മളിപ്പോൾ ഡെസിമൽ സിസ്റ്റമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഡെസിമൽ സിസ്റ്റം ആയതുകൊണ്ട് ഞാൻ ചെയ്തു. ഇനി ഞാൻ വലിയൊരു എക്സാമ്പിൾ തരാം, അത് ഞാൻ മുറിച്ചെഴുതുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. ഒരു 1, 8, 9, 6, 7, 4, 3, 2, 1. 10, 100, 1000, 10000, ലക്ഷം, 10 ലക്ഷം, കോടി, 18, 10 കോടി. ഇതെത്രയാണ്? 18,76,74,321 ഈ നമ്പർ. 18,96,74,321. അപ്പം ഈ നമ്പർ നമ്മളെങ്ങനെ ചെയ്യാം? ഒന്നാമത്തെ പൊസിഷൻ ഉണ്ട്, ഇതെങ്ങനെയായിരിക്കും? 1 × 10⁻0, 2 × 10⁻1, 3 × 10⁻2, 4 × 10⁻3, 7 × 10⁻4, 6 × 10⁻5, 9 × 10⁻6, 8 × 10⁻7, 1 × 10⁻8. അപ്പോൾ ഇവിടെ മൊത്തം എത്ര പൊസിഷൻ ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9. 9 പൊസിഷൻ ഉണ്ട്. അതുകൊണ്ട് 9ാമത്തെ അക്കത്തിന്റെ പവർ എന്താണ്? 8 വരും. ഞാൻ പറഞ്ഞല്ലോ, ഏത് പൊസിഷനാണോ ആ പൊസിഷനേക്കാൾ ഒന്ന് കുറവായിരിക്കും. അപ്പോൾ ഒന്നാമത്തെ പൊസിഷനാണ്, ഒന്നാമത്തെ പൊസിഷൻ ആയതുകൊണ്ട് അതിന്റെ ബേസിന്റെ പവർ എത്രയാണ്? 0 ആണ്. രണ്ടാമത്തെ പൊസിഷനാണ് ഈ നമ്പർ, 2 എന്ന നമ്പർ, അതിന്റെ പവർ എന്താണ്? അതുകൊണ്ട് 2 - 1, ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ എവിടെയാണോ പൊസിഷൻ, ആ ബേസിന്റെ പവർ എന്ന് പറഞ്ഞാൽ ആ പൊസിഷനേക്കാൾ ഒന്ന് കുറവായിരിക്കും. ഓക്കെ, അപ്പം ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പർ കിട്ടും. ഇതെല്ലാം ആഡ് ചെയ്താൽ നിങ്ങൾക്ക് വരുന്ന നമ്പർ കിട്ടും. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. 10⁻8 എത്രയാണ്? 1, പിന്നെ 8 0. അതിൻ്റെ കൂടെ 8 × 10⁻7. 8 × 10⁻7 എന്നാൽ ഈ ഒന്നിൻ്റെ പൊസിഷൻ എന്തായാലും 8 വരും, ബാക്കിയെല്ലാം ഇങ്ങനെ വരും. അതിൻ്റെ കൂടെ 9 × 10⁻6, ഇനി 6 × 10⁻5, ഇനി 7 × 10⁻4, ഇനി 4 × 10⁻3, അതായത് 4000, 3 × 10⁻2, ഇനി 2 × 10⁻, അതായത് 20. അതിൻ്റെ കൂടെ 1 × 10⁻0. 10⁻0 എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പോഴും 1 ആണ്. ഇനി നമ്പർ റേസ് 0, അത് 2⁻0 ആണെങ്കിൽ 0 1 തന്നെയാണ്. 10⁻0 ആണെങ്കിലും 1 തന്നെയാണ്. ഇനി ഒരു 20,000⁻0 എന്ന് പറഞ്ഞാൽ 1 ആണ്. എനി നമ്പർ, n എഴുതാം, എനി നമ്പർ റേസ് 0 എന്താണ്? 1 ആണ്. ഇതൊരിക്കലും മറക്കാൻ പാടില്ല, മാത്തമാറ്റിക്സിന്റെ ബേസ് ആണ്. എനി നമ്പർ റേസ് പവർ ടു 0 ഈസ് ഈക്വൽ ടു 1 ആണ്. നമ്മൾ 20 എഴുതി, ഇനി 1 × 10⁻0 അത്രയാണ് 1 ആണ്. ഇതെല്ലാം നിങ്ങൾ ആഡ് ചെയ്യുകയാണെങ്കിൽ, ഇത്രയും നമ്പർ നിങ്ങൾ ആഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഈ നമ്പർ കിട്ടും. ഇതിനാണ് നമ്മൾ നമ്പേഴ്സിന്റെ ബേസ്. നമ്മൾ ഇങ്ങനെയാണ് കൂട്ടുന്നത്. ഇതിന്റെ കാര്യം അറിയണമെങ്കിൽ നിങ്ങൾ ബാങ്കിൽ പോയിട്ട് പൈസ റെമിറ്റ് പറയാം, അവർ പറയും ഇത്ര ഡിനോമിനേഷൻ ആയിട്ട് താന്ന്, അല്ലേ? നമ്മളിപ്പോൾ ഒരു 4500 രൂപ വരെയൊക്കെ അയച്ചു കൊടുക്കുകയാണെങ്കിൽ 1000ന്റെ ഇത്ര നോട്ട്, 500ന്റെ ഇത്ര നോട്ട് എന്ന് പറയുന്നില്ല, ആ രീതി. ഇവിടെ എല്ലാം എന്താണ്? ബേസ് 10 ആയതുകൊണ്ട് 10ൻ്റെത്, 1ൻ്റെത്, 100ൻ്റെത്, 1000ൻ്റെത്, 10,000ൻ്റെത്, 1,00,000ൻ്റെ, അതെല്ലാം 10⁻ പവറിലേക്ക് പോകും. അങ്ങനെ, അതായത് എത്ര ലക്ഷമുണ്ട്, എത്ര 10,000 ഉണ്ട്, എത്ര 1000 ഉണ്ട്, എത്ര 100 ഉണ്ട്, എത്ര 10 ഉണ്ട്, എത്ര 1 ഉണ്ട്. അതാണ് ഈ കാണിച്ചിരിക്കുന്നത് കേട്ടോ. ഈ കാണിച്ചിരിക്കുന്നത് അതാണ് കേട്ടോ. ഇതാണ് ബേസിക്കലി നമ്മൾ ഡെസിമൽ സിസ്റ്റത്തിൽ കണ്ടത്. ഡെസിമൽ സിസ്റ്റത്തിലെ നമ്പർ, ഇവിടെ ബേസ് 10 ആണ്. ഈ നമ്പർ ബേസ് 10 ആണ്. ബേസ് കാണിച്ചില്ലെങ്കിൽ നമ്മൾ ഡെസിമലായിട്ടാണ് എടുക്കുക. ഇനി നമുക്ക് ബൈനറിയിലോട്ട് പോകാം. ബൈനറിയിൽ ഞാൻ പറഞ്ഞു നമുക്കൊരു എക്സാമ്പിളായിട്ട് 1001 ഇങ്ങനൊരു നമ്പർ കണ്ടു. അതിൻ്റെ ബേസ് 2 ആണ്. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇത് ബൈനറിയാണ്. അപ്പം ഇങ്ങനൊരു ബൈനറിയിലൊരു നമ്പർ കാണിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഡെസിമൽ വാല്യൂ എത്രയാണെന്ന് ചോദിച്ചാൽ, അതായത് ആക്ച്വലി ഇത് ഏത് നമ്പറിനെ, ഏത് എണ്ണൽ സംഖ്യനെയാണ് സൂചിപ്പിക്കുന്നത്, ഏത് ഡെസിമൽ, അതായത് നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന ഡെസിമൽ നമ്പർ, ഇതിന് എത്ര തുല്യമായിരിക്കും ആ ഡെസിമൽ നമ്പർ എന്ന് ചോദിച്ചാൽ കാണാനുള്ള രീതിയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടില്ലേ, ഡെസിമൽ നമ്പറിൻ്റെ ഇക്വലൻ്റ് വാല്യൂ കണ്ടില്ലേ അവിടുന്ന്. അതേപോലെ ബൈനറിനെയും ഡെസിമലിലേക്ക് മാറ്റാം. അപ്പോൾ 1001 വിത്ത് റെസ്പെക്ട് ടു ബേസ് 2 എന്ന് പറഞ്ഞാൽ ഇതെന്താണ്? ഇതൊരു ബൈനറിയാണ്. ഈ ബൈനറി അതിൻ്റെ യഥാർത്ഥ
ഇത് ഏത് ഡെസിമൽ നമ്പറിനെയാണ് കാണിക്കുന്നത് കാണിക്കാൻ നമ്മൾ ഇപ്പോൾ ചെയ്ത് അതേപോലെ ചെയ്താൽ മതി. ഇവിടെ ബേസ് എന്താണ്? 2 ആണ്. അത് മാത്രം ആലോചിച്ചാൽ മതി. അപ്പോൾ ഞാൻ ചെയ്യാണ് ആദ്യം ചെയ്ത പോലെ. റൈറ്റ് മോസ്റ്റ് എന്താണ്? 1 ആണ്. 1 ഇൻറ്റു ബേസ് എത്രയാണ്? 2. 2⁻0 പ്ലസ് 0. ഇവിടെ രണ്ടാമത്തെ പൊസിഷൻ എന്താണ് വരുന്നത്? 0 ആണ്. 0 ഇൻറ്റു 2⁻1. മൂന്നാമത്തെ പൊസിഷൻ ഏതാണ്? 0 ആണ്. അപ്പോൾ 0 ഇൻറ്റു ബേസ് റേസ് ടു ആ മൂന്നാമത്തെ പൊസിഷൻ ആയതുകൊണ്ട് പവർ എന്തായിരിക്കും? 2 ആയിരിക്കും. ബേസ് ഏതാണോ പൊസിഷൻ ആ പൊസിഷനേക്കാൾ 1 കുറവായിരിക്കും ആ ബേസിന്റെ റേസ്ഡ് നമ്പർ. അപ്പോൾ ഒന്നാമത്തെ പൊസിഷന്റെ പവർ എന്താണ്? 0 ആണ്. രണ്ടാമത്തെ പൊസിഷനെ അതിന്റെ പവർ എന്താണ്? 1 ആയി. മൂന്നാമത്തെ പൊസിഷനെ അതിന്റെ പവർ എന്താണ്? 2 ആയി. പ്ലസ് അവസാനത്തെ പൊസിഷൻ എത്ര? 1 2 3 4. നാലാമത്തെ പൊസിഷനാണ്. നാലാമത്തെ പൊസിഷനിൽ വരുന്ന കോൺസ്റ്റന്റ് എത്രയാണ്? 1. 1 ഇൻറ്റു ബേസ് റേസ് ടു നാലാമത്തെ പൊസിഷൻ ആയതുകൊണ്ട് അതിന്റെ പവർ എത്ര വരിക? 3 ആയിട്ട് വരിക. ഓക്കെ. അപ്പോൾ ഈ നമ്പർ എത്രയായിരിക്കും? 2⁻3. 2⁻3 എത്രയാ? 2 ഇൻറ്റു 2 ഇൻറ്റു 2. 2 ഇൻറ്റു 2 എത്രയാണ്? 4. 4 ഇൻറ്റു 2 എത്രയാണ്? 8. അപ്പോൾ 1 ഇൻറ്റു 8 പ്ലസ് 0 ഇൻറ്റു ഇത് എത്ര ആയിക്കോട്ടെ? 0 ഇൻറ്റു 0 തന്നെ ആയിരിക്കും. ഓക്കെ. 2⁻2 എത്രയാണ്? 4 ആണ്. പ്ലസ് 0 ഇൻറ്റു 2⁻1 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ആണ്. പ്ലസ് 1 ഇൻറ്റു 2⁻0. ഇനി നമ്പർ 0 എത്രയാണ്? 1 തന്നെയാണ്. അപ്പം 8 പ്ലസ് 0 പ്ലസ് 0 പ്ലസ് 1 എത്രയാണ്? 9. അതായത് നമ്മളുടെ 9 എന്നുള്ള നമ്പറിനെ, നമ്മളുടെ സാധാ ഡെസിമൽ നമ്പറിനെ ബൈനറിയിൽ കാണിക്കുക 1001 എന്നാണ്. ഇത് മനസ്സിലായോ നിങ്ങൾക്ക്? ഇത് മനസ്സിലായോ? ആർക്കെങ്കിലും മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ പെട്ടെന്നില്ലെന്ന് പറ. ഓക്കെ. മനസ്സിലാത്തവരുണ്ടോ? ഇത് നോട്ട് ചെയ്യണേ നിങ്ങൾ കേട്ടോ. നിങ്ങൾ നോട്ട്ബുക്കിൽ ഇത് കാണണം കേട്ടോ. വിത്ത് ബേസ് 2 ആയതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ബൈനറി എന്ന് പറയുന്നത്. ബൈനറിയിൽ കാണിച്ചിരിക്കുന്ന ഒരു നമ്പറിന്റെ ഡെസിമൽ വാല്യൂ കാണാൻ എന്താണ്? നമ്മൾ തൊട്ട മുന്നേ ചെയ്ത പോലെ ചെയ്താൽ മതി. അവിടെ ബേസ് എന്തായിരുന്നു? 10 ആയിരുന്നു. ബൈനറി ആയതുകൊണ്ട് എന്ത് ചെയ്യും? അവിടെ ബേസ് 2 ആക്കി എടുക്കണം. ബൈനറി ആയതുകൊണ്ട് ബേസ് 2 ആക്കി എടുക്കണം. ആ ഓരോ പൊസിഷനിലുള്ള നമ്പർ ഇൻറ്റു ബേസ് റേസ് ടു ആ ഒരു ഇത് പവർ. ഇവിടുത്തെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒന്നിൽ 1 ഇൻറ്റു അല്ലെങ്കിൽ 0 ഇൻറ്റു. കാരണം ബൈനറിലാകെ നമ്മൾ 0 1 മാത്രമല്ലേ ഉപയോഗിക്കുള്ളൂ. ഇനി ഞാൻ വേറൊരു എക്സാമ്പിൾ കൂടെ കാണിച്ചു തരാം. 1 1 0 1. 1 1 0 1 എന്നുള്ള ബൈനറി നമ്പറിനെ നിങ്ങൾ എന്ത് ചെയ്യണം? ഡെസിമലിലേക്ക് കാണിക്കണം. അതിൻ്റെ ഡെസിമൽ നമ്പർ എത്രയാണ് കാണിക്കണം. ചെയ്യാൻ പറ്റുമോ? സ്വന്തമായി ചെയ്ത് നോക്ക്. എപ്പോഴും റൈറ്റിൽ നിന്ന് തുടങ്ങുന്നതാണ് ബുദ്ധി കേട്ടോ. ഇത് ചെയ്തോ? ആരെങ്കിലും ചെയ്തോ? ഇത് 8 12 1 13. ഓക്കെ 13 കിട്ടി എല്ലാവർക്കും. വെരി ഗുഡ്. എങ്ങനെ ചെയ്യാം? നമ്മൾ റൈറ്റ് മോസ്റ്റ് നമ്പറാണ് 1. 1 ഇൻറ്റു ബേസ് എത്രയാണ്? ബേസ് 2. 2⁻2 ഫസ്റ്റ് പൊസിഷൻ ആയതുകൊണ്ട് ആ പൊസിഷൻ 1 കുറവാണെങ്കിൽ പവർ 2⁻0 പ്ലസ് അടുത്ത നമ്പർ എത്രയാണ്? അടുത്ത രണ്ടാമത്തെ പൊസിഷനാണ്. അവിടെയുള്ള നമ്പർ എത്രയാണ്? 0 ഇൻറ്റു പൊസിഷൻ 2 ആയതുകൊണ്ട് 2⁻1 വരും. പൊസിഷൻ -1 ആണ് ആ ബേസിന്റെ പവർ ആയിട്ട് എപ്പോഴും വരും കേട്ടോ. 1 2 3. മൂന്നാമത്തെ പൊസിഷനിലെ നമ്പർ എത്രയാണ്? 1 ഇൻറ്റു പൊസിഷൻ 1 2 3 ആയതുകൊണ്ട് 2⁻2 ആണ് വരിക. ബേസ് റേസ് ടു ആ പൊസിഷൻ -1 ആണ് വരിക. പ്ലസ് നാലാമത്തെ പൊസിഷനാണ്. അവിടെയുള്ള നമ്പർ എന്ന് പറഞ്ഞാൽ 1 ആണ്. അതുകൊണ്ട് 2ന്റെ പവർ ആയിട്ട് എത്ര വരിക? 4 - 1 അതായത് 3. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കാം നമുക്ക്. 2⁻3 എത്രയാ? 2 ഇൻറ്റു 2 ഇൻറ്റു 2 എത്രയാണ്? 8 ആണ്. 8 ഇൻറ്റു 1 പ്ലസ് രണ്ടാമത്തെ എന്താണ്? 1 ഇൻറ്റു 2⁻2. 2⁻2 എത്രയാണ്? 4 ആണ്. 2 ഇൻറ്റു 2 പ്ലസ്
0 ഇൻറ്റു 2 ആണ് എത്രയാണ് 2 ആണ് പ്ലസ് 1 ഇൻറ്റു 2 അതായത് എനി നമ്പർ റേഷ്യോ 0 എന്താണ് എപ്പോഴും ഓൾവേസ് 1 ആണ്. അപ്പോൾ ഇത് നമുക്ക് ഒന്നുകൂടെ ചെയ്താൽ 1 ഇൻറ്റു 8 എത്രയാണ് 8 പ്ലസ് 1 ഇൻറ്റു 4 പ്ലസ് 0 ഇൻറ്റു 2 എത്രയാ 0 പ്ലസ് 1 ഇൻറ്റു 1 ഇക്വൽ ടു 1 8 പ്ലസ് 4 12 12 1 13. ഓക്കെ, സാറ്റിസ്ഫൈഡ് ആയിട്ടോ, നമ്മൾ കറക്റ്റ് ചെയ്തുകൊണ്ട് സാറ്റിസ്ഫൈഡ് ആയി. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ബൈനറിനെ ഡെസിമൽ ആക്കി ഡെസിമൽ ഓക്കെ അതാണ് ഞാൻ ഇനി പഠിപ്പിക്കാൻ പോണത്. എല്ലാം ചെയ്യാൻ പറ്റുന്നു, എല്ലാം ചെയ്യണമല്ലോ. ഇതൊക്കെയല്ല ഈ ഡിജിറ്റലിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ. ഡെസിമൽ തന്നിട്ട് അതിനെ ബൈനറി കാണാൻ പറ്റുമോ, ഡെസിമലിനെ ബൈനറി കൺവേർട്ട് ചെയ്യാൻ പഠിക്കാം. അതാണ് ഞാൻ ഇന്ന്, അതോടുകൂടിയാണ് ഞാൻ ഇന്ന് നിർത്താൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അതിൻ്റെ മുന്നേ എനിക്ക് 2 നമ്പർ സിസ്റ്റം കൂടെ പഠിപ്പിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഫ്ലോയിൽ വന്നുകൊണ്ട് ഇങ്ങനെ അങ്ങ് പോട്ടെ മതി. നമുക്ക് ഡെസിമലിനെ ബൈനറി ആക്കി മാറ്റാം. അപ്പോൾ നമ്മൾ പഠിച്ചത് ബൈനറിനെ ഡെസിമൽ ആക്കുന്നതാണ്. ഡെസിമൽ ടു ബൈനറി കൺവേർഷൻ. ഡെസിമലിനെ ബൈനറി നമ്പർ ആക്കി മാറ്റുന്ന കൺവേർഷൻ. ഓക്കെ, ഡെസിമൽ ടു ബൈനറി കൺവേർഷൻ. ഡെസിമലിനെ ബൈനറി ആക്കി കൺവേർട്ട് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, വളരെ ഈസിയാണ്. ആ നമ്പറിനെ റിപ്പീറ്റ് ആയിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഓരോ ഡിവിഷനിലും വരുന്ന ശിഷ്ടം മൊത്തം നോക്കുക. അതിനെന്ത് ചെയ്യുക, റിവേഴ്സ് ഓർഡറിൽ എഴുതുക. ഓക്കെ, അവസാനം ആ ഡിവിഡൻറ്റ് 0 ആയി വരുന്ന സമയത്ത് നിർത്തുക. അതിന് ശേഷം ഉള്ള മൊത്തം സാധനങ്ങൾ റിവേഴ്സ് ആയിട്ട് എഴുതുക. അത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയി കാണും. ചെയ്യുമ്പം കാണിച്ചു തരാം. ഉദാഹരണത്തിന് 141 ബേസ് 10 എന്ന് എഴുതാം. നമ്മളെന്തായാലും ചെയ്യാണല്ലോ, വെറുതെ 140 എഴുതിയാലും അത് ഡെസിമൽ തന്നെയാണ്. ബേസ് 10 എന്ന് എഴുതിയാലും എന്താണത് ഡെസിമലാണ്. സ്റ്റാൻഡേർഡായിട്ട് പറയുകയാണെങ്കിൽ 10 എന്ന് എഴുതണം. ഒന്നും എഴുതിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് ഡെസിമലായിട്ട് എടുക്കും. ഈ ഡെസിമലിനെ എനിക്ക് എന്ത് ചെയ്യണം, ബൈനറി ആയിട്ട് എഴുതണം. ബൈനറി എന്ന് പറഞ്ഞാൽ എന്താണ്, ബേസ് 2 ആണ്. നമുക്കിവിടെ ബൈനറി കിട്ടണം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ എഴുതി വെച്ചു. 141 അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡെസിമൽ നമ്പറിനെ ബൈനറി ആക്കി മാറ്റാൻ ചെയ്യേണ്ട രീതി എന്തെന്ന് വെച്ചാൽ 2 വെച്ചിട്ട് അതിനെ റിപ്പീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അവസാനം ആ ഡിവിഡൻറ്റ് 0 ആ കിട്ടുന്ന പോലെ. ഓക്കെ, അപ്പം ഞാൻ 2 വെച്ച് 141 ഡിവൈഡ് ചെയ്യാണ്. ഇപ്പോൾ 2 14 എത്ര 2 ഉണ്ട്, 14 7 2 14. ബാക്കി 1 ആണ്. 1 എത്ര 2 ഉണ്ട്, 0 ആണ്. അതുകൊണ്ട് എനിക്ക് എത്ര കിട്ടി, എനിക്ക് 1 എന്നുള്ളൊരു റിമൈൻഡർ കിട്ടി. ശിഷ്ടം എന്ന് പറയും നമ്മൾ, അല്ലേ? അതായത് 2 × 70 140 ആണ്. ഈ ഒന്നും കൂടെ കൂട്ടിയാണ് 141. അപ്പോൾ 70 കിട്ടി, അവിടെ നിർത്താതെ വീണ്ടും നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ 70 എത്ര ഉണ്ട്, 70/2 35 ആണ്. 35 അതിൽ മുഴുവൻ തീരുന്നതുകൊണ്ട് റിമൈൻഡർ എന്താണ്, റിമൈൻഡർ 0 ആണ്. ഇനി ഈ 35നെ നമ്മൾ വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 35 എത്ര ഉണ്ട്, 3ൽ 1 2 2, 15 7 2 14. അപ്പം 34 കിട്ടി. ബാക്കി ശിഷ്ടം 1. വീണ്ടും 17നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. 8 2 16 ആണ്, അല്ലേ? അപ്പം ബാക്കി എന്താണ്, ശിഷ്ടം 1 ആണ്. നമ്മളവിടെ കാര്യം ശ്രദ്ധിച്ചോ, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒന്നുകിൽ ശിഷ്ടം എന്താണ് 1 കിട്ടുക, അല്ലെങ്കിൽ 0. 1 0. നമുക്ക് വേണ്ട എന്താണ്, ബൈനറിയാണ്. അതാണ് സംഭവം. ഓക്കെ, അപ്പോൾ ബാക്കി 8 കിട്ടി. 8 നമ്മൾ എന്ത് ചെയ്തു, 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 2 ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടി നമുക്ക് 4 കിട്ടി. 4 കിട്ടി. ശിഷ്ടം എത്രയായി, ശിഷ്ടം 0. 4 നമ്മൾ എന്ത് ചെയ്തു, 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 2 2 ആണ് 4. ശിഷ്ടം എത്രയാ, 0. ഈ 2 നമ്മൾ എന്ത് ചെയ്തു, 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. നമുക്ക് എത്ര കിട്ടി, 1 2 2, ശിഷ്ടം 0. ഈ കിട്ടിയ 1 നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. എത്രയാണ്, ഇല്ല 0 ആണ്. ശിഷ്ടം എത്രയായി, 1 കിട്ടി. അപ്പോൾ നമുക്കിവിടെ ഇതാരാണ് ഇപ്പോഴൊക്കെ പാർട്ടിസിപ്പൻ്റ് ആയിട്ട് വരുന്നത്. ശരി, അപ്പോൾ നമ്മളിപ്പോൾ കണ്ടോ, ഞാൻ പറഞ്ഞില്ല ഈ പ്രോസസ്സ് നമ്മൾ അവസാനം ഇത് 0 ആവുന്നവരെ കണ്ടിന്യൂ ചെയ്യണം. ഈ ആശാൻ, അതായത് ഈ ഹരിച്ച് കിട്ടുന്ന സംഭവം ഉണ്ടല്ലോ, അത് 0 ആവുന്നവരെ നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ 0 കിട്ടിയ അവസാനം നമുക്ക് ബാക്കി എന്തായി, റിമൈൻഡർ 1 കിട്ടി, ശിഷ്ടം 1 കിട്ടി. ഇങ്ങനെ കണ്ടിന്യൂ ആയി ഇവിടെ 0 ആവുന്നവരെ ഈ പ്രോസസ്സ് പോകണം. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ശിഷ്ടങ്ങൾ മൊത്തം കിട്ടിയല്ലോ, ഇതിനെ ഇവിടുന്ന് ഇങ്ങോട്ടങ്ങ് എഴുതണം. അതായത് താഴെ കിട്ടി അവിടെ നിന്നോട്ടാണ് എഴുതേണ്ടത്.
അതായത് താഴെ എനിക്ക് ആദ്യം കിട്ടിയ എത്രയാണ് 1 ആണ്. അതിനുശേഷം 0 0 0, അതായത് ആദ്യം 1 0 0 0, അതിനുശേഷം 1 1 1, വീണ്ടും 0 1. ഇതാണ് എനിക്ക് കിട്ടിയത്. ഇതിനകത്ത് ഈ ഇവിടെ വരുന്ന ഈ സംഭവം ഉണ്ടല്ലോ, അതായത് ഈ 1 ആണത്. ഇതിനെ നമ്മൾ പറയുന്നത് ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് എന്നാണ്. അതേപോലെ ഈ ലെഫ്റ്റ് മോസ്റ്റ് ഉള്ളതിനെ നമ്മൾ പറയുന്നത് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് എന്നാണ്. അതെന്താ പറയാന്നുള്ളതിൻ്റെ ഓണാക്കിണ്ടല്ലോ, സെറ്റിങ്സ് ഓണാക്കില്ല. അതൊന്ന് നോക്കിയിട്ട് അറിയാം. ഒരു സെക്കൻഡ്. ഹലോ, കറക്റ്റാണ്. മുഹമ്മദ് അർഷാദ്. മുഹമ്മദ് അർഷാദിനെ അറിയാമായിരുന്നു സംഭവം ചെയ്യാൻ? കറക്റ്റ് ചെയ്തിട്ടുണ്ടോ? മുഹമ്മദ് അർഷാദ് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് ചെയ്യുന്നത്. ഓ, കമ്പ്യൂട്ടർ സയൻസ്. ആ ഓക്കെ ഓക്കെ, വെരി ഗുഡ്. അപ്പം 141 എന്നുള്ള ഡെസിമൽ നമ്പറിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന രീതിയാണിത്. ഒന്നുമില്ല, റിപ്പീറ്റഡ്ലി ഡിവൈഡ് ബൈ 2. അവസാനം നമുക്ക് ഈ ഹാരകം എന്നൊക്കെ പറയുമല്ലോ, എന്തായിരുന്നു പേര്, ഡിവിഡൻഡ്, അവസാനം 0 കിട്ടുന്നവരെ ചെയ്യാം. അതിനുശേഷം 0 കിട്ടിക്കഴിഞ്ഞാൽ ആ കിട്ടുന്ന റിമൈൻഡർ ഉണ്ടല്ലോ, ആ റിമൈൻഡർ തൊട്ട് മേലോട്ട് ഇങ്ങനെ ക്രമത്തിൽ എഴുതി പോവുക. ഇതിനെ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ ഏറ്റവും ലെഫ്റ്റ് ഭാഗത്താണ് വരുന്നത്. ഏറ്റവും ലെഫ്റ്റ് ഭാഗത്ത് വരുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഏറ്റവും വലിയൊരു പവറിനെയാണ് അത് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? നേരത്തെ നമ്മൾ കണ്ടില്ല, ഏറ്റവും ലെഫ്റ്റിലെന്ന് പറഞ്ഞാൽ എന്താണ്? ഡീലിനകത്തിലാണ്, കോടിയൊക്കെയാണ്. ഇപ്പോൾ 10⁻7 മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതാണ്, അത് ചിലപ്പോൾ 0 ആയിപ്പോൾ എന്താണ്, ആ കോടികളെ ഇല്ലാണ്ടായിപ്പോൾ. നേരെ മറിച്ച് അത് ഉണ്ടെങ്കിലോ കോടികളുണ്ട്. നേരെ മറിച്ച് ഏറ്റവും റൈറ്റിൽ വരികയാണെങ്കിൽ അത് ഇൻറ്റു 1 ആണ്. അപ്പോൾ അതൊന്ന് മാറിപ്പോയാൽ ആകെ 1ന്റെ ഡിഫറൻസേ വരും. അതുകൊണ്ടാണ് ഇവനെ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് എന്ന് പറയുന്നത്. ഇതിൽ ഓരോ നമ്പറിന് നമ്മൾ ബിറ്റ് എന്നാണ് പറയുക കേട്ടോ, ഓരോനെ നമ്മൾ ബിറ്റ് എന്ന് പറയാം. അതേപോലെ ഏറ്റവും ഇടത് ഭാഗത്തിന് നമ്മൾ എന്ത് ചെയ്യും? MSB, മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് എന്ന് കിട്ടും. MSB, മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്. സ്പേസ് നോട്ടണ്ട, നമ്മളൊരു കാണിക്കാൻ വേണ്ടി ഒരു 4 4 ചെയ്യുന്നതുകൊണ്ട് ഒരു സ്പേസ് എടുത്ത് എഴുതും, അത്രേ ഉള്ളൂ. അതാകുമ്പോൾ ഇല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് എഴുതി നോക്കുക, 1 0 0 0 1 1 0 1, കാണുമ്പോൾ ഒരു വൃത്തികേടില്ലേ? അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും?
കുറച്ച് വിട്ടിട്ട് 1 1 0 1 ആ 4 4 കറക്റ്റ് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി ഞാൻ മറ്റേ കുറച്ച് നേരത്തെ പറയാൻ വിട്ടൊരു സംഭവമാണ് 0 0 0 0. ഇത് ബേസ് 2 ഇതിൻ്റെ ഡെസിമൽ ഇക്വൽ എത്രയായിരിക്കും? എല്ലാം 0 ആയതുകൊണ്ട് 0 തന്നെയാണ്. 0 ദ ബേസ് ഓഫ് 10. 0 0 0 1 വിത്ത് ദ ബേസ് ഓഫ് 2. ഇതെന്തായിരിക്കും? 1 ഇൻറ്റു 2⁻0 ആണ്. അതെത്രയാണ്? 1 ആണ്. 0 0 1 0. ഇത് കാണുമ്പോൾ മനസ്സിലാവണം കേട്ടോ, കാരണം ഇവിടെ 0 ആണ്, ഇവിടെ ആകെ 1 ആണ്. അപ്പോൾ 1 ഇൻറ്റു 2 ആണ്. ഇനി 0 0 1 1. കുറച്ചും കൂടെ നമുക്ക് വേറെ ഐഡിയയും കൂടെ കിട്ടും. 3. 0 1 0 0. ഇതെന്താണ്? 4 ആണ്. 0 1 0 1. ഇതെന്താണ്? 5 ആണ്. 0 1 1 1. സോറി 1 0. ഇതെന്താണ്? 6 ആണ്. 0 1 1 1 വിത്ത് ബേസ് ഓഫ് 2. ഇതെന്താണ്? 7 ആണ്. ഇനി 1 0 0 0 വിത്ത് ബേസ് ഓഫ് 2. ഇതെന്താണ്? 8 ആണ്. ഓക്കെ, അതായത് ഇവിടെ 1 മാത്രമേ 1 ആണ്. ഈ പോർഷനിലേക്ക് വന്നത് 0 ഇപ്പോൾ എന്തായത്? ഇത് 2 ആയി. അവൻ്റെ കൂടെ ഒന്നും കൂടെ ആഡ് ചെയ്ത് എന്തായി? ഈ നമ്പർ കിട്ടി, അത് 3 ആണ്. ഇനി ഇവിടെ ഈ 2 1 ആണ്. ഇത് 2 + 1 3 കിട്ടി. 4 വരുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ 2 വേണ്ട, ഇവിടെ 1 ഇട്ടുണ്ട്. അതായത് 4ൻ്റെ പോർഷൻ വന്നിട്ട് 4 ആയി. പിന്നെ അതിൻ്റെ കൂടെ ഒന്നും കൂടെ കൂട്ടിയല്ല 5 വരിക. അപ്പോൾ ഈ 1ൻ്റെ കൂടെ ഇവിടെ ഒരു 1 കൂടെ ഇട്ട്, അതായത് 5 കിട്ടും. ഇനി 6 എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് 4ഉം 2ഉം മതി. ഇത് ഓൾറെഡി 4 ആണ്. ഇതിൻ്റെ കൂടെ ഇവിടെ ഒരു 1 കൂടെ ഇട്ടാൽ എന്തായി? 6 ആയി. 6ൻ്റെ കൂടെ 1 കൂടെ ഇട്ടാൽ എന്തായി? 7 ആയി. അപ്പോൾ ഈ 0ൻ്റെ കൂടെ ഒരു 1 കൂടെ ഇട്ടാൽ എന്തായി? 7 ആയി. അപ്പോൾ ഈ 3 സാധനം 1 ആയി കഴിഞ്ഞിട്ട് 7 കിട്ടിയിട്ടുള്ളൂ. അതിൻ്റെ അർത്ഥം എന്താണ്? ഇടത് ഭാഗത്തുള്ള ആളിലേക്ക് പോയാലേ 8 ആവുള്ളൂ. അപ്പോൾ അത് ആയാൽ 8 ആയി. അപ്പോൾ ഈ ബാക്കി സാധനം 0 ആണ്. അങ്ങനെ നമുക്ക് ഈ 0 0 0 0 മുതൽ അവസാനം ഇങ്ങനെ വന്ന് 1 1 1 1 എന്ന് വെക്കുവാണെങ്കിൽ നമുക്ക് 15 കിട്ടും. എന്താണ് 15ൻ്റെ പ്രത്യേകത എന്നൊക്കെ നിങ്ങൾക്ക് പിന്നെ മനസ്സിലാവും. ഞാൻ ഹെക്സാഡെസിമൽ എന്നുള്ള കാര്യം ഒരു സാധനം പഠിച്ചു, അപ്പോൾ മനസ്സിലാവും. ഇത് വിട്ടോ, അത്രേ ഉള്ളൂ, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ചിലപ്പോൾ ഇപ്പം നമ്മൾ സാധനം കട്ടാവും. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം? ഞാൻ ഒന്നും കൂടെ ജോയിൻ ചെയ്യും. 10 വരെ എടുക്കാം. 50 മിനിറ്റ് കൊണ്ട് തീരുമല്ലോ. ഓക്കെ, ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ബൈനറി ഒരു ഡെസിമൽ നമ്പറിനെ ബൈനറി ആക്കുന്നത്. ഞാൻ ഇപ്പോൾ 141 എന്നുള്ളൊരു നമ്പർ കാണിച്ചു തന്നിരുന്നു. ഓക്കെ, ഞാനത് ബാക്കി അവിടെ വെച്ചാൽ നിർത്തി, അത് ചെയ്തില്ലായിരുന്നു ബാക്കി. അപ്പോൾ എനിക്കൊരു സംശയം ഉണ്ടാവില്ല, ഞാൻ എഴുതുന്നത് ശരിയാണല്ലോ എന്ന്. നിങ്ങളെന്താ അത് ചോദിക്കാത്തത്? അപ്പോൾ നമുക്കിത് തിരിച്ചങ്ങോട്ടാക്കിയ 151 നോക്കണ്ടേ? ഈ പൊസിഷനിൽ ആരാണ്? 1 1 ഇൻറ്റു 2⁻0 പ്ലസ് ഇവിടെ ആരാണ്? 0 0 ഇൻറ്റു 2⁻1 പ്ലസ് ഈ പൊസിഷൻ ആരാ? 1 തേർഡ് പൊസിഷൻ, 2⁻2 പ്ലസ് ഈ പൊസിഷൻ എത്രയാണ്? 1 1 ഇൻറ്റു 2⁻3 പ്ലസ് ഈ പൊസിഷനിൽ ആരാണ്? 0. അവിടെ ഞാൻ 0 എന്ന് എഴുതുന്നേ ഉള്ളൂ. 2⁻4 പ്ലസ് എഗെയിൻ 0 ഇൻറ്റു 2⁻5 പ്ലസ് എഗെയിൻ 0 ഇൻറ്റു 2⁻6 പ്ലസ് ഇവിടെ ഒരു 1 ഉണ്ട്, 1 ഇൻറ്റു 2⁻7. മനസ്സിലായോ എന്തുകൊണ്ടാണ് ഇവനെ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് എന്ന് വിളിക്കുന്നത്? ഇവൻ മൾട്ടിപ്ലൈ ആരെയാണ്? 2⁻7. 2⁻7 എന്നാൽ 128 128 × 1 ഇവൻ ഡീൽ ചെയ്യുന്നത്. ഇവിടെ ആളെന്താ ഡീൽ ചെയ്യുന്നത്? 1 ഇൻറ്റു 1 അത് 1-നെയാണ് ഡീൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനെ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. 2⁻7 എത്രയാണ്? 128. 2ൻ്റെ ഗുണപട്ടിക പറയണം കേട്ടോ. 1024 എന്ന് പറഞ്ഞാൽ 2⁻10 ആണ്. ആ വരെകളെല്ലാം അറിയണം. 2 4 8 16 32 64 128 256 512 1024. 1024 2⁻10 ആണ്. 512 2⁻9 ആണ്. 256 2⁻8 ആണ്. 124 2⁻7 ആണ്. അത് കൂടെ കുറച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. പക്ഷേ നമുക്ക് അത്യാവശ്യമാണ്, ഡിജിറ്റലിലേക്ക് കൺവേർഷൻ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ 128 ഇവിടെ 0 ആണ്. അപ്പോൾ ആ പോർഷൻ 0 ആണ്. ഇവിടെയും 0 ആണ്, അതും 0 ആണ്. ഇവിടെയും 0 ഇൻറ്റു 2⁻4 ആണ്, അതും 0 ആണ്. പ്ലസ് 1 ഇൻറ്റു 2⁻3 എത്രയാണ്? 8 പ്ലസ് 1 ഇൻറ്റു 2⁻2 എത്രയാണ്? 4 പ്ലസ് 0 ഇൻറ്റു 2⁻1 0 ആണ്. പ്ലസ് 1 ഇൻറ്റു 2⁻0 എനി നമ്പർ 0 എത്രയാണ്? ഇത് 1 ആണ്. അപ്പോൾ 1 ഇൻറ്റു 1 എത്രയാണ്? 1 ആണ്. അപ്പോൾ മൊത്തം എന്തായി? 128 പ്ലസ്
8 പ്ലസ് 4 പ്ലസ് 1 128ഉം 8ഉം എത്രയാ 136 136 4 എത്രയും 140 140 1 എത്രയാണ് 141 മനസ്സിലായോ കാര്യങ്ങൾ? അപ്പോൾ ഇതാണ് ഡെസിമൽ ടു ബൈനറി കൺവേർഷൻ്റെ ഒരു എക്സാമ്പിൾ. 141 നമ്മൾ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ വേറൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് തരികയാണ്. ഞാൻ ഒരു എക്സാമ്പിൾ തരികയാണ് കേട്ടോ. ഞാൻ ഒരു ഡെസിമൽ നമ്പർ നിങ്ങൾക്ക് തരികയാണ്. എനിക്ക് അതിനെന്ത് ചെയ്യണം? നിങ്ങൾ എന്ത് ചെയ്യണം? ഡെസിമൽ ആക്കിയിട്ട് തരണം. ഓക്കെ, എല്ലാവരും പ്രൈവറ്റ്ലി മെസ്സേജ് അയച്ചാൽ മതി. എനിക്ക് 100 വേണ്ട, ഒരു 100 ചെറുത് മതി. ഒരു 69 എന്നുള്ള ഡെസിമൽ നമ്പറിനെ നിങ്ങൾ എനിക്ക് എന്ത് ചെയ്യണം? ബൈനറി ആക്കിയിട്ട് തരണം. ചെയ്തോളി. ചെയ്യുന്നുണ്ടോ? ചെയ്തോട്ടോ. എങ്ങനെയാണ് ചെയ്യുക? ഡെസിമലിന് ഇവിടെ ഡെസിമൽ ബൈനറിയാണ്. ഞാനിവിടെ പാരലൽ ചെയ്യുന്നുണ്ട്. 69 നമുക്ക് വേണ്ട നമ്പർ, അതിനാണ് ഡെസിമലിലേക്ക് മാറ്റേണ്ടത്. സോറി, വീണ്ടും തെറ്റ് വരുന്നു. അതിനാണ് ബൈനറിയിലേക്ക് മാറ്റേണ്ടത്. ബൈനറിയിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അതിനെ റിപ്പീറ്റഡ്ലി 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 69 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടും 34. 34 2 എത്രയാണ്? 68ആണ്. ബാക്കി 1 കിട്ടി. 34 2 കൊണ്ട് 17 കിട്ടി. സിസ്റ്റം എന്താണ്? 0 ആണ്. 17 2 കൊണ്ടാക്കി 8 2 16. സിസ്റ്റം 1. 8 2 കൊണ്ട് 4. സിസ്റ്റം 0. 4 2 കൊണ്ട് വെച്ചാൽ 2. സിസ്റ്റം 0. അഗൈൻ 2 ഹരിച്ചാൽ 1. സിസ്റ്റം 0. അഗൈൻ 1 2 കൊണ്ട് ഹരിച്ചാൽ എത്രയായി? നമുക്ക് ഭാരമൊന്നും കിട്ടില്ല. 0 ഇവിടെയാണ് നമ്മൾ നിർത്തേണ്ടത്. ഈ പോയിന്റിലാണ് നമ്മൾ നിർത്തേണ്ടത്. സിസ്റ്റം എത്ര കിട്ടി? സിസ്റ്റം 1. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇങ്ങനെയാണ് മേലോട്ടാണ് എഴുതേണ്ടത്. കാരണം ഇവനാണ് മോസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ബിറ്റ്, ഇവനാണ് ലീസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ബിറ്റ്. മോസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ബിറ്റിൽ നിന്ന് ലീസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ബിറ്റിലേക്കാണ് എഴുതേണ്ടത്. 1 0 0 0 1 0 1. ഇതാണ് എനിക്ക് കിട്ടിയത്. ഓക്കെ, വെരി ഗുഡ്. കുറേ പേര് അയച്ചിട്ടുണ്ട്, വളരെ നന്നായി. ആയിരം 101. ഓക്കെ, വെരി ഗുഡ്. നല്ല റെസ്പോൺസാണ്. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണം. അപ്പോൾ നമുക്ക് ഈ സാധനം ഇപ്പോൾ കിട്ടിയൊന്ന് ചെക്ക് ചെയ്ത് നോക്കാമല്ലോ, കറക്റ്റ് ആണോ എന്ന്. അപ്പോൾ ഇവിടെ 1 ആണ്. 1 × 2⁻0 പ്ലസ് 0 × 2⁻1 പ്ലസ് 1 × 2⁻1 1 2 പ്ലസ് 0 × 2⁻3 പ്ലസ് 0 × 2⁻4 പ്ലസ് 0 × 2⁻5 പ്ലസ് 1 × 2⁻6. 1 × 2⁻6 എത്രയാണ്? 2 × 2 × 2 × 2 2 ഇപ്പോൾ 2⁻6 നമുക്ക് എന്ത് ചെയ്യാം? വേണമെങ്കിൽ 2⁻3 × 2⁻3 4 വയ്ക്കാം. 2⁻3 8 ആണ്. 8 × 8 എത്രയാണ്? 64. 64 പ്ലസ് 0 പ്ലസ് 0 പ്ലസ് 0 പ്ലസ് 1 × 2⁻2. 2⁻2 എത്രയാണ്? 4 ആണ്. പ്ലസ് 0 പ്ലസ് 1. അത് 64 പ്ലസ് 4 പ്ലസ് 1. 64 4 68 ആണ്. 68 1 69. കിട്ടിയോ? കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 2 എക്സാമ്പിളും കൂടെ ചെയ്തിട്ട് പോവാം. ഞാൻ ഒരു സാധനം തരും, നിങ്ങളതിനെ ബൈനറി ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യണം. അതേപോലെ ഒരു ബൈനറി തരും, നിങ്ങളതിനെ ഡെസിമലായിട്ട് കൺവേർട്ട് ചെയ്യണം. ക്വസ്റ്റ്യൻ 1 എന്ന് പറഞ്ഞാൽ അത് കുഴപ്പമില്ല, സഞ്ജയ് സാർ ഇവിടെ ഉണ്ട്, സീനില്ല. അത് നിങ്ങൾ നോക്കണ്ട കേട്ടോ. വേറെ ഡിപ്പാർട്ട്മെൻറ്റുകാരൊക്കെ ആണെങ്കിലല്ലേ കുഴപ്പമില്ല.
അത് നമുക്ക് വിഷയമല്ല, 5 അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നത്. അപ്പം ഞാൻ ക്വസ്റ്റ്യൻ 1 എന്ന് പറഞ്ഞാൽ 1 0 1 1 0 1 ഇതിനെ നിങ്ങൾ എന്ത് ചെയ്യണം, ഡെസിമലിലേക്ക് മാറ്റണം. ക്വസ്റ്റ്യൻ 2 എന്ന് പറഞ്ഞാൽ 109 എന്നുള്ള ഡെസിമൽ നമ്പറിനെ നിങ്ങൾ ബൈനറി ആക്കിയിട്ട് ചെയ്യണം. ഓക്കെ, ഇതിപ്പോൾ ചെയ്തോളൂ, പെട്ടെന്ന് തന്നെ ചെയ്തോളൂ. എനിക്ക് അയച്ചതാ. ഇത് നോട്ടിൽ കാണണം കേട്ടോ, ഇത് അസൈൻമെന്റ് ആയിട്ട് എനിക്ക് വെക്കണം കേട്ടോ വൈകുന്നേരം. ഈ ക്വസ്റ്റ്യൻ 2 നോക്കണം കേട്ടോ. ഇന്നത്തെ 101101 അതുപോലെ 109 ഡെസിമലിനെ ബൈനറി ആക്കി മാറ്റി. ഇത് രണ്ടും ഉണ്ട്. ആക്ച്വലി ഫസ്റ്റിൽ ബൈനറി ടു ഡെസിമൽ കൺവേർഷനാണ്, സെക്കൻഡിൽ ഡെസിമൽ ടു ബൈനറി കൺവേർഷനാണ്. ഇത് രണ്ടും നിങ്ങളൊന്ന് പഠിച്ചു. ഫസ്റ്റത്തെ 45 കിട്ടിയോ? എങ്കിലും 45 കിട്ടി. ഓക്കെ, അപ്പം കിട്ടിയോ? 45 കിട്ടണം. കാരണം എത്രയാണ്? 1 × 2⁻0 + 0. അത് നമുക്ക് 0 എന്ന് എഴുതാം. ഇവിടെ 2⁻1 ആണ് വരേണ്ടത്. അടുത്ത 1 × 2⁻2 വരും, പ്ലസ് 1 × 2⁻3 തന്നെ ഒരു 2 മിനിറ്റ് പ്ലസ് 0 × 2⁻4 പ്ലസ് 1 × 2⁻5. 2⁻5 എത്രയാണ്? 32 ആണ്. 32 പ്ലസ് 0 പ്ലസ് 8 പ്ലസ് 4 പ്ലസ് 1. 8 4 12 13 32 13 45. ക്വസ്റ്റ്യൻ 1ന്റെ സൊല്യൂഷനാണ് കാണിച്ചത് കേട്ടോ. ക്വസ്റ്റ്യൻ 2 എന്ത് ചെയ്യാം? രണ്ടാരും കിട്ടിയോ? ആ ശിഷ്ടം എടുത്ത് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് ഏറ്റവും താഴെ വരിക, അവിടെ നിന്നാണ് എടുത്ത് എഴുതേണ്ടത് കേട്ടോ. അവിടെ നിന്ന് വലത്തോട്ടാണ് എടുത്ത് എഴുതേണ്ടത്. ചെയ്തത് കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ക്രോസ് ചെക്കും കൂടെ ചെയ്ത് നോക്കുക. അത് ശരിയാണെങ്കിൽ പിന്നെ ഞാനത് പറയണ്ടായിരുന്നല്ലോ. 110110 ആണ് കുറേ പേര് പറഞ്ഞിരിക്കുന്നത്. 109 നോക്കാം. 110110 എന്നാണ് പറഞ്ഞത്. അത് നിങ്ങൾ ആ റിപ്പീറ്റേറ്റീവ് ഡിവിഷൻ വെച്ച് നോക്കി വെക്കാം. ഇവിടെ വരികയാണെങ്കിൽ എത്ര കിട്ടും? ഫസ്റ്റ് 1 പ്ലസ് 4 പ്ലസ് 8 പ്ലസ് 16ന്റെ പോർഷൻ ഇല്ല, 32 പ്ലസ് 64. അപ്പോൾ 4 1 5 8 5 13 13 2 15 30 45 45 4 49 60 109 അല്ലേ? 109 എന്നത് കറക്റ്റാണ് കേട്ടോ. ഇത് കറക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്താണ്? 110101. ഇപ്പം ചെയ്തിട്ട് കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആരും യാതൊരു വിധ രീതിയിലും സങ്കടപ്പെടേണ്ട കാര്യമില്ല. വളരെ എളുപ്പമാണ് കേട്ടോ. അതായത് സ്വന്തമായിട്ട് എന്ത് ചെയ്യുക, ഈ എക്സാമ്പിൾ ഒന്ന് വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് ചെയ്തു, കിട്ടാത്ത ആൾക്കാർ നമ്മൾ ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ ഇതുപോലത്തെ വേറെ കോമ്പിനേഷൻ ഉണ്ടാക്കാം. നിങ്ങൾക്ക് വല്ല ഒരു ചെയ്ത് നോക്കണമെങ്കിൽ ഏതെങ്കിലും നമ്പർ നമുക്ക് ആലോചിച്ച് നോക്കാം. ഒന്ന് 210 ചെയ്തോളൂ, ഒന്ന് 309 ചെയ്തോ, ഒന്ന് 408 ചെയ്തു. നമ്മൾ ഇതൊന്ന് വീട്ടിൽ നിന്ന് ചെയ്ത് നോക്ക് കേട്ടോ, കിട്ടാത്ത ആൾക്കാർ. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിൽ ഡൗട്ടൊന്നും ഇല്ലാത്ത ആൾക്കാർ ചെയ്യേണ്ടായിരുന്നില്ല. ഡൗട്ടുള്ളൊക്കെ ചെയ്തോ. ഈ സാധനത്തിൻ്റെ ഉത്തരം എനിക്ക് അയച്ചു കേട്ടോ. 210 350 408. അപ്പോൾ ഇതാണ് BCD ടു ഡെസിമലും ഡെസിമൽ ടു റിവിജിയല്ല, ബൈനറി ടു ഡെസിമലും ഡെസിമൽ ടു
ബൈ ദ വേ കൺവേർഷൻ. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒക്കലും ഹെക്സാഡെസിമലും പഠിക്കുക. ഇത്രയും പഠിച്ചുകൊണ്ട് വളരെ പുട്ടുപോലെ നടക്കുന്ന കാര്യമാണ്, വളരെ സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഷെയറായിട്ട് അങ്ങ് പോകാം. ഞാൻ പറയാം, നിങ്ങൾ ചെയ്യുക, ഫീഡ്ബാക്ക് തരിക, നിങ്ങളുടെ സംശയം എന്നോട് ചോദിക്കുക, എന്നെ മാക്സിമം പണിയെടുപ്പിക്കുക. അതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കറക്റ്റ് ഗിവ് ആൻഡ് ടേക്ക് ആയിട്ട് നോളജ് കൂടുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യാം, അറ്റൻഡൻസ് വന്നോളൂ. ഇപ്പം ഒരു മിനിറ്റ്, ഇപ്പം ഇതിന് തരണ്ട. ഇപ്പം പാർട്ടിസിപ്പൻസ് 52 ഉണ്ട്. ഈ 52 പേര് അറ്റൻഡൻസ് മാത്രം മതി കേട്ടോ. ഈ സെക്കൻഡിൽ തന്നെ ഇതിൽ ചാറ്റ് വാട്സപ്പ് തന്നെ കേട്ടോ. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ഇട്ടോ കേട്ടോ. വേറെ ആരോടും ഇൻഫോം ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ കേട്ടോ 52 പേർക്ക് അറ്റൻഡൻസ് കിട്ടും. വേറെ എന്തെങ്കിലും സംശയം ഉണ്ടോ നിങ്ങൾക്ക്? കാര്യമുണ്ടോ? ക്ലാസ് എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാനുണ്ടോ? ഉണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യുക, പ്രൈവറ്റ് ആയിട്ട് മെസ്സേജ് അയച്ചാൽ മതി. ഇത് പറഞ്ഞോ, ഗ്രൂപ്പ് അതിൻ്റെ പറഞ്ഞോ, അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ട് പറഞ്ഞോ. വെറുതെ കണ്ട് ഇപ്പോൾ പറഞ്ഞോ, ചാറ്റ് പറയോ, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അടിച്ചണോ, കാര്യം കൂടെ കൂട്ടിച്ചേർക്കണ്ടേ പറഞ്ഞോ. ഓക്കെ ആണോ? മനസ്സിലാവുന്നില്ലേ അപ്പോൾ കാര്യങ്ങളൊക്കെ? അപ്പോൾ എന്നാൽ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അറ്റൻഡൻസ് ഇട്ടോളൂ. എന്തെങ്കിലും സജഷനോ കാര്യം ഉണ്ടെങ്കിൽ നിങ്ങളെ പേരും കൂടെ പറഞ്ഞു. പിന്നെ എല്ലാവരും നമ്പർ സേവ് ചെയ്ത് നടക്കില്ല. പേര് ഞാൻ ഇന്ന ആളാണ് കൂടെ പറഞ്ഞിട്ട് സജഷൻ പറഞ്ഞു കേട്ടോ. ഞാൻ എല്ലാം പോസിറ്റീവായിട്ട് എടുക്കുള്ളൂ, അത് കുഴപ്പമില്ല. അതിൻ്റെ PDF കൂടെ ഷെയർ ചെയ്ത് തരാം ഇന്നത്തെ. ഓക്കെ, അപ്പോൾ ഓക്കെ.